അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങളെ കുറച്ച് ബേസിക് സ്റ്റിച്ചസ് പഠിപ്പിക്കാനാണ്, ക്രോഷയുടെ ബേസിക് സ്റ്റിച്ചസ്. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ യാൺ എടുക്കുകയാണ്. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്നത് ഈ ഒരു വലിയ ഓഫ് വൈറ്റ് കളർ യാണാണ്. നിങ്ങൾക്ക് 10ൻ്റെ അടുത്ത് തുടങ്ങിയാലും മതി കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്ക് വേണ്ടതാണ് ഹുക്ക്. ഹുക്ക് എടുക്കുമ്പോൾ ഈ ഒരു യാണിന് പറ്റിയ സൈസിനുള്ള ഹുക്ക് എടുക്കുക. നിങ്ങളുടെ കയ്യിൽ ഏത് യാൺ ആണോ ഉള്ളത് അതിന് പറ്റിയ ഹുക്ക് എടുക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് 3.5 mm 4 mm ആണ് ഞാൻ എടുക്കാറുള്ളത്. ഈ 10 രൂപയുടെ യാണിന് ഞാൻ എടുക്കാറുള്ളത് 4 mm അല്ലെങ്കിൽ 3.5 mm. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ചെയ്ത് പഠിക്കാം. ഈ സ്ലിപ്പ് നോട്ടാണ് മിക്ക പ്രൊജക്റ്റും തുടങ്ങുന്നത്. ഒന്നെങ്കിൽ സ്ലിപ്പ് നോട്ട് ആയിരിക്കും അല്ലെങ്കിൽ മാജിക് റിംഗ് ആയിരിക്കും. അപ്പം ഞാൻ ഇന്ന് സ്ലിപ്പ് നോട്ട് എങ്ങനെയാണ് ഇടുന്നതെന്ന് കാണിച്ചു തരാം. അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പൊസിഷനിലാണ് നമ്മുടെ യാൺ പിടിക്കേണ്ടത്. തം ഫിംഗർ ഉപയോഗിച്ച് നമ്മുടെ യാണിന് അവിടെ സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി നമ്മൾ പോയിന്റ് ഫിംഗറും മിഡിൽ ഫിംഗറിൽ കൂടെ നമുക്ക് ഒരു എക്സ് ക്രിയേറ്റ് ചെയ്തിട്ട് പിങ്കി ഫിംഗറിൽ അവിടെ സെക്യൂർ ചെയ്ത് വെക്കാം. ഇനി ഈ എക്സ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹുക്ക് എടുക്കുക. ഈ ഹുക്കിൻ്റെ ഈ മേളുവശമാണ് നമ്മുടെ ഹെഡ് എന്ന് പറയുന്നത്. ഈ ഹെഡ് നമ്മൾ തല ഇരിച്ചു വെക്കണം. ഇങ്ങനെയല്ല വെക്കേണ്ടത്, നമ്മുടെ ഫേസിലോട്ടല്ല വെക്കേണ്ടത്, തല ഇരിച്ചു വെക്കണം. അപ്പോൾ ഈ ഹുക്ക് എടുത്തിട്ട് ഇങ്ങനെ ഇൻസേർട്ട് ചെയ്ത ദെൻ നമ്മൾ രണ്ടാമത്തെ ലൂപ്പിൽ കൂടെ വലിച്ചെടുക്കാവുന്നതാണ്. ഇങ്ങനെ ഹെഡ് വെച്ച് ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തപ്പോൾ കൈ വിടാൻ മറന്നുപോയി, അപ്പോൾ എൻ്റെ തെറ്റിപ്പോയിട്ടുണ്ടായി. അപ്പോൾ ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നമ്മൾ ആദ്യം തമ്പ് ഉപയോഗിച്ച് ഇങ്ങനെ പിടിച്ച് വെക്കാം. അതിനുശേഷം ഒരു എക്സ് ക്രിയേറ്റ് ചെയ്യുക. പിങ്കി ഫിംഗറിലോട്ട് അത് സെക്യൂർ ചെയ്ത് വെക്കാം. എന്നിട്ട് ഇത് ഇങ്ങനെ വലിച്ചെടുക്കാം. ഓക്കെ, ഇനി നമുക്ക് ചെയിൻ എങ്ങനെയാണ് ഇടണേന്ന് നോക്കാം. അതിന് വേണ്ടി നമ്മൾ ഇങ്ങനെയാണ് ഞാൻ ഇപ്പോൾ പിടിക്കാറ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് പിടിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ രീതി ഇങ്ങനെയാണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതി പിടിക്കാവുന്നതാണ്. ഇനി ചെയിൻ ഇടാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ നിൽക്കുകയാണ്, അതായത് ആദ്യം സ്ലിപ്പ് നോട്ട് ഇട്ടാണ് തുടക്കിടേണ്ടത്. ഇനി നമ്മൾ യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ എന്ന് തന്നെ ഇങ്ങനെയാണ് യാൺ ഓവർ ചെയ്യേണ്ടത് കേട്ടോ. അതായത് നമ്മുടെ ഹെഡ് ഭാഗം റൈറ്റിലോട്ടാണ് വെക്കേണ്ടത്. അത് കഴിഞ്ഞ് ലെഫ്റ്റിലോട്ട് നമുക്ക് ആക്കാവുന്നതാണ്. റൈറ്റ് ലെഫ്റ്റ്. അതിനുശേഷം ഇതിൻ്റെ ഹോളിൽ കൂടെ ഇൻസേർട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഇൻസേർട്ട് ചെയ്യാം ലൂപ്പിൽ കൂടെ. അപ്പം ഇങ്ങനെയാണ് നമ്മളൊരു ചെയിൻ ഇടുന്നത്. ആൻഡ് ഈ ചെയിൻ സ്റ്റിച്ചാണ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റിച്ച്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചേ പറ്റുള്ളൂ. ഇതിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ബാക്കി സ്റ്റിച്ചസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ചെയിൻ സ്റ്റിച്ച് ലാസ്റ്റ് കാണാനിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു എൻഡ് ഇടണം, അല്ലെങ്കിൽ ഇതിങ്ങനെ വിട്ടു പോകും. അപ്പോൾ ഈ ലാസ്റ്റ് ഇതൊന്ന് ടൈറ്റാക്കി വെക്കാൻ വേണ്ടി നമ്മളൊരു ചെയിൻ ഇടണം. ഒറ്റ ചെയിൻ ഇട്ടതിന് ശേഷം അത് വലിക്കാം. ഇങ്ങനെ വലിച്ചിട്ട് നമ്മൾ കത്രിക ഉപയോഗിച്ച് മുറിക്കാവുന്നതാണ്. മുറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർക്കിംഗ് യാൺ വലിക്കാം. നമ്മൾ ഇങ്ങനെ വലിച്ചെടുക്കാം. എന്നിട്ട് നമ്മുടെ ബാക്കി ആ യാണ് അല്ലെങ്കിൽ ആ ചെയിൻ ഇട്ടേക്കണ സാധനം ടൈറ്റാക്കാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു ചെയിൻ ഇടുന്നത് കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിംഗിൾ ക്രോഷേ. സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇടാം. അതിനുശേഷം നമുക്ക് ചെയിൻ ഇടാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെയിൻ ഇടുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിപ്പോൾ 10 ചെയിനാണ് ഇടണമെങ്കിൽ ഒരു ചെയിനും കൂടെ എക്സ്ട്രാ ഇടണം. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ചെയിനിലോട്ട് വർക്ക് ചെയ്യാൻ പാടില്ല, രണ്ടാമത്തെ ചെയിനിലോട്ട് നമുക്ക് വർക്ക് ചെയ്യാം. ഈ സിംഗിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ ചെയിനിലോട്ട് നമുക്ക് ആദ്യം ഇൻസേർട്ട് ചെയ്യണം. അതായത് നമ്മുടെ ഹുക്ക് എടുത്ത് രണ്ടാമത്തെ ചെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് യാൺ ഓവർ ചെയ്യാം. യാൺ ഓവർ ചെയ്തതിന് ശേഷം നമ്മൾ ഒരെണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കാം. അപ്പോൾ 2 എണ്ണം നമുക്ക് കിട്ടും നമ്മുടെ ഹുക്കിൽ. ഇനി ആ 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ
നമുക്ക് വലിച്ചെടുക്കാം. അത് യാൺ ഓവർ ചെയ്തിട്ട് വലിച്ചെടുക്കണം. ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, വലിച്ചെടുക്കുക, യാൺ ഓവർ ചെയ്യുക, രണ്ടെണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫുൾ ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു ചെയിൻ ഇട്ടിട്ട് നേരത്തെ ചെയ്തേ പോലെ തന്നെ വലിച്ച് കത്രിക വെച്ച് കട്ട് ചെയ്ത് നമുക്കവിടെ ടൈറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സിംഗിൾ ക്രോഷ്യ ലാസ്റ്റ് ഇരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ നോക്കാം. അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ചെയ്യാം. സ്ലിപ്പ് നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയിൻ ചെയ്യാവുന്നതാണ്. നേരത്തെ പറഞ്ഞ പോലെ 10 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ ഒരെണ്ണം എക്സ്ട്രാ കൊടുക്കണം കേട്ടോ. ടോട്ടൽ 11 ചെയിൻ. ചെയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ യാൺ ഓവർ ചെയ്യുക. അതിനുശേഷം രണ്ടാമത്തേലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഒരെണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കാം. ഇങ്ങനെ ദെൻ നമുക്ക് ഹുക്കിൽ 3 എണ്ണം കിട്ടും. യാൺ ഓവർ ചെയ്തിട്ട് ആ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാം. ഇങ്ങനെയാണ് നമ്മളൊരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, വലിച്ചെടുക്കുക. ദെൻ ബാക്കി 3 എണ്ണം കിട്ടും. ആ 3 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാം. അപ്പോൾ ഇത് ഫുൾ ചെയ്തിട്ട് വരാം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയിനിട്ട് ലാസ്റ്റ് ടൈറ്റ് ആക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ഇരിക്കുക. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനാദ്യം തന്നെ നമ്മൾ എല്ലാത്തിലും പോലെ തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് തുടക്കം ഇടാം. ദെൻ ചെയിൻ ഇടാം. ഞാൻ ഇവിടെ 10 ചെയിനാണ് ഇടുന്നത്. അതിൻ്റെ ഒപ്പം ഒരു ചെയിനും കൂടെ ഇടാം. പത്ത് ചെയിൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ DC ചെയ്യാൻ വേണ്ടി, അതായത് ഡബിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടി യാൺ ഓവർ ചെയ്യുക, രണ്ടാമത്തെ ഇതിലോട്ട് ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, വലിച്ചെടുക്കുക ഒരെണ്ണത്തിൽ കൂടെ. ഇപ്പോൾ നമുക്ക് 3 എണ്ണം കിട്ടി. യാൺ ഓവർ ചെയ്ത് 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ മാത്രം വലിച്ചെടുക്കാം. ദെൻ യാൺ ഓവർ ചെയ്ത് ബാക്കി 2 എണ്ണത്തിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചെടുക്കാവുന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞുതരാം. യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, യാൺ ഓവർ ചെയ്യുക, ഒരെണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കാം. ഇനി നമുക്ക് 3 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 2 എണ്ണത്തിൽ കൂടെ യാൺ ഓവർ ചെയ്ത് വലിച്ചെടുക്കുക, യാൺ ഓവർ ചെയ്യുക, 2 എണ്ണത്തിൽ കൂടെ വലിച്ചെടുക്കുക. ഇങ്ങനെയാണ് നമ്മളൊരു DC ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളാക്കിയിട്ട് കാണിച്ചു തരാം. ഇനി നമ്മൾ ലാസ്റ്റ് എല്ലാത്തിലും ടൈറ്റ് ആക്കിയ പോലെ ഇതിലും നമുക്ക് ടൈറ്റ് ആക്കി കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ഒരു DC അല്ലെങ്കിൽ ഡബിൾ ക്രോഷ്യ ഇരിക്കുന്നത്.